الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا اتقوا الله عباد الله ഏറ്റവും സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവന്ന് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിൽ അനുഭവിച്ചും നുകർന്നും സുഖിച്ചുകൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. വലിയ ഒരു ചൂടും അതിനപ്പുറം വലിയ പ്രയാസങ്ങളും ഒക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ധാരാളം ലഭിക്കുമ്പോൾ ചിന്തിക്കാതെയും ആ ലഭിച്ച അനുഗ്രഹത്തെ നിലനിർത്താതിരിക്കുവാനും അതുപോലെ തന്നെ ധാരാളിത്തം കാണിക്കുന്ന ഒരു മേഖലയുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വെള്ളം എന്നുള്ള അനുഗ്രഹത്തെ നമ്മൾ ചെലവഴിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് നാടുകളിൽ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ മഴക്കെടുതി കൊണ്ട് വീടുകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളിലും മറ്റെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് തേടുകയാണ്, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഴയെ നൽകുക, പടച്ചവനെ ഞങ്ങളുടെ കിണറുകൾ ഞങ്ങളുടെ ജലാശയങ്ങളെല്ലാം
വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് പഠിച്ചവനെ, ഞങ്ങൾക്ക് ആ സുന്ദരമായ വെള്ളത്തെ നീ നൽകുമെന്നൊരു കൂട്ടം ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, മറ്റൊരു കൂട്ടം ആളുകൾ അതിനെ വിനിയോഗിക്കുമ്പോൾ ധാരാളിത്തം കാട്ടുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, വെള്ളം എന്നുള്ളത് പടച്ച റബ്ബിന്റെ വലിയ ഒരു നിഅമത്താണ്. ആ വെള്ളമില്ലാതെ എന്ത് കാര്യവും നടക്കും. പ്രിയപ്പെട്ടവർ ആലോചിച്ചോട്ടെ, നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളമൊന്ന് നിന്നു പോകുമ്പോഴുള്ള പ്രയാസം എത്രയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ കൈ കഴുകാൻ നോക്കുമ്പോൾ വെള്ളമില്ല, നമ്മുടെ പ്രയാസം എത്രയാണ്. ദാഹിച്ച് വരണ്ട് ഏറെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ലാതിരിക്കുമ്പോൾ നമ്മുടെ പ്രയാസം എത്രയാണ്. അതുകൊണ്ട് പടച്ച റബ്ബ് പറയുകയാണ്, വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക فأنبتنا به جنات وحب الحصيد. പടച്ച റബ്ബ് നമ്മളോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ആകാശത്ത് നിന്ന് നാം നിങ്ങൾക്ക് അനുഗ്രഹീതമായ ആ വെള്ളത്തെ വർഷിക്കുകയും എന്നിട്ട് അതുമൂലം പലതരം തോട്ടങ്ങളും കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും നാം നിങ്ങൾക്ക് മുളപ്പിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഒരു കഴിവ് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതുപോലെ പടച്ച റബ്ബ് പറഞ്ഞില്ലേ, വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ, കാർമേഘങ്ങളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം നാം ഇറക്കുകയും ചെയ്തു. അതിന്റെ ഒരു പ്രക്രിയയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പടച്ച റബ്ബ് നമുക്ക് ഈ ലോകത്ത് നമുക്ക് വെള്ളം നൽകിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിലെ 100%-ലെ 97% ഉപ്പുജലമാണ്. 2% മാത്രമേ നമുക്ക് കുടിക്കാനുള്ള പ്യൂർ വാട്ടർ ഉള്ളൂ. നമ്മുടെ ജലാശയങ്ങളിൽ കാണുന്ന ആ ഒരു വെള്ളം, ആ വെള്ളം കൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ ഇവിടെയുള്ള മനുഷ്യർ, ഇവിടെയുള്ള ജീവജാലങ്ങൾ, നമ്മുടെ വീട്ടിലെ നാൽക്കാലികൾ, നമ്മുടെ സമൂഹത്തിലുള്ള വ്യക്തികൾ എല്ലാവരും ഈ ഒരു വെള്ളം കൊണ്ടാണ് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പഠനം നടത്തിയ ആളുകൾ പറഞ്ഞില്ല, ഇനി ഇവിടെ ഒരു മഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വെള്ളത്തിന്റെ ദൗർബല്യത, വെള്ളമാകുന്ന അനുഗ്രഹം നമ്മുടെ ജലാശയങ്ങളിൽ നിറഞ്ഞൊഴുകുവാൻ, നമ്മുടെ കിണറ്റിൽ സമൃദ്ധമായ വെള്ളം ലഭിക്കുവാൻ നമുക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും ആ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പ്രിയപ്പെട്ടവരെ, എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. ആ വെള്ളം നമുക്ക് സമൃദ്ധമായി കൊണ്ട് ലഭിക്കുവാൻ ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വെള്ളം നൽകുന്ന ആ റബ്ബിനെ ഓർത്തുകൊണ്ട് നമ്മൾ നന്ദി കാണിക്കണം. നമ്മൾക്ക് വുദൂ ചെയ്യുമ്പോൾ, കുളിക്കുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, വെള്ളം ഉപയോഗിക്കുമ്പോൾ എത്ര ധാരാളിത്തമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കാണിക്കുന്നത്. 3 തവണ മുഖം കഴുകിയിട്ട് വീണ്ടും വീണ്ടും നമ്മുടെ വസ്വാസ് കൊണ്ട് നമ്മളിങ്ങനെ വെള്ളം എടുത്ത് ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വസ്വാസിനല്ല പടച്ച റബ്ബ് നമുക്ക് പ്രതിഫലം നൽകുന്നത്. നമ്മോട് എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് കൃത്യമായിട്ട് ചെയ്യാം, അല്ലേ? വുദൂ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, നിങ്ങളൊരു പുഴയെന്നാണ് വുദൂ എടുക്കുന്നതെങ്കിൽ, ഒഴുകുന്ന വെള്ളത്തിൽ നിന്നാണ് നിങ്ങൾ വുദൂ എടുക്കുന്നത് എങ്കിൽ വെള്ളം ധാരാളം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ദുർവ്യയം കാണിക്കരുത് എന്ന് നോക്കൂ നിങ്ങൾ. അപ്പൊ നമ്മൾ എത്ര ശ്രദ്ധിക്കേണ്ടി വരും നമ്മൾ ആ വെള്ളം ഉപയോഗിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വെള്ളം നൽകുന്ന ആ റബ്ബ്, നമ്മുടെ റബ്ബ്, ആ റബ്ബിനോട് നന്ദി കാണിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചിന്തകളെ തട്ടി ഉണർത്തുമാറ് പടച്ച റബ്ബ് നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അല്ലാഹ് ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. ഇത് വിശ്വാസികളെ പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ കുടിക്കുന്ന ആ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ? അല്ലാഹ് ചോദിക്കുകയാണ്,
അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ അത് കാർമേഘത്തിൽ നിന്ന് ഇറക്കിയത്, അതല്ല നമ്മളാണോ? ആ വെട്ടിത്തിളങ്ങുന്ന ആ കാർമേഘത്തിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കുവാൻ ആവശ്യമായ പ്യുവറായിട്ടുള്ള വാട്ടർ, ആ വെള്ളമില്ലേ, ആ വെള്ളത്തിൽ ഇറക്കിയത് നിങ്ങളാണോ അതോ നാമാണോ? പടച്ച റബ്ബിന്റെ ചോദ്യമാണ്. ആരാ പ്രിയപ്പെട്ടവരെ? നമ്മുടെ റബ്ബ് അല്ലേ. ഇന്ന് അല്ലാഹ് പറയാൻ നോക്കട്ടോ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ലൗ നശാഉ ജഅൽനാഹു ഉജാജ. പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് പറയുകയാണ്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നാം ഉപ്പുരുചിയുള്ള വെള്ളമാക്കുമായിരുന്നു. ഉപ്പുരുചിയുള്ള വെള്ളമാക്കിയാൽ നമുക്ക് കുടിക്കാൻ കഴിയൂ, നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ, നമുക്ക് എത്ര പ്രയാസം ഉണ്ടാകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്, ഫലൗലാ തഷ്കുറൂൻ, എന്നിരിക്കെ നിങ്ങൾ എന്താ എന്നോട് നന്ദി കാണിക്കാത്തത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് വേണ്ട ഒന്നാമത്തെ കടപ്പാട്, വെള്ളം നമുക്ക് ലഭിക്കണോ, സമൃദ്ധമായ വെള്ളം നമുക്ക് വേണോ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനോടുള്ള ഒരു നന്ദി അല്ലേ. ദുനിയാവിലെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു സഹോദരൻ നമ്മളെ ഒന്ന് സഹായിച്ചാൽ, നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി തന്നാൽ, ആ പ്രിയപ്പെട്ട സഹോദരനോടും അവന്റെ കുടുംബത്തോടും അവന്റെ അഹ്ലിങ്ങളോടും നമുക്കുണ്ടാകുന്ന കടപ്പാടുകളുടെ വിശാലത കൊല്ലങ്ങളോളം നീണ്ടു നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ കാരുണ്യത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ ആ റബ്ബിനോട് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രത്തോളം നമ്മൾ നന്ദി കാണിക്കുന്നുണ്ട്? ഇത് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക. ആളുകൾ പ്രയാസത്തിലാണ്, ആളുകൾ ബുദ്ധിമുട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ ആ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മാത്രം പോരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആ നാടുകളിലുള്ള ആളുകള് വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്ത് നിന്ന് അവർക്ക് നാം ഭൂമിയിൽ നിന്നും അവർക്ക് നാം അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. രണ്ട് കണ്ടീഷനാണ് റബ്ബ് പറഞ്ഞത്. ഒന്ന് വിശ്വാസം, കറകളഞ്ഞ വിശ്വാസം, പണയപ്പെടുത്താത്ത വിശ്വാസം, കൂട്ടുകാരന്റെ മുമ്പിൽ പണയപ്പെടുത്താത്ത വിശ്വാസം, കുടുംബക്കാരന്റെ മുന്നിൽ പണയപ്പെടുത്താത്ത വിശ്വാസം. അങ്ങനെ വിശ്വാസം ക്ലിയറാണോ? അള്ളാഹനെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശം നിന്ന് സമൃദ്ധമായ മഴയെ നൽകും എന്നുള്ളതാണ്. ഇത് രണ്ടും വിശ്വാസികളായ നമുക്ക് നിർബന്ധമാണ് പ്രിയപ്പെട്ടവരെ. വിശ്വസിക്കാതിരിക്കാൻ, വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ നാളെ സ്വർഗമില്ല, നാളെ പരലോകത്ത് രക്ഷയില്ല. സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് രക്ഷയില്ല. ഇത് രണ്ടും നമുക്ക് അനിവാര്യമാണ്. അതുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമൃദ്ധമായ മഴയെ നൽകും. മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് വേണ്ടെന്നറിയോ? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാം. പാപമോചന പ്രാർത്ഥന. പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, ഒരു ജുമഅ നമ്മൾ ഇന്ന് പേരിട്ട് പോയി. അടുത്ത ജുമഅയിലേക്ക് നമ്മൾ എത്തിയിട്ട് പ്രിയപ്പെട്ടവരെ, ആ ഇസ്തിഗ്ഫാറും തൗബയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഓരോ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന തിന്മകളുടെ ഭാണ്ഡങ്ങൾ എത്രയാണ് പ്രിയപ്പെട്ടവരെ? മറ്റുള്ളവർ കാണാതെയും കണ്ടിട്ടും നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മൾ ഒരാളെയും നമ്മൾ നോക്കണ്ട, നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കിയാൽ മതി അല്ലേ? ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുള്ള ഗുണം എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമൃദ്ധമായ മഴയെ നൽകും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കറിയാം, ഒരുപാട് വർഷക്കാലം പ്രബോധനം ചെയ്തിട്ട് വളരെ തുച്ഛമായിട്ടുള്ള ആളുകള് അദ്ദേഹത്തിന്റെ ദഅവത്തിലേക്ക്, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹം തന്റെ സമൂഹത്തോട് പറയുകയാണ്, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അങ്ങനെ ഞാൻ പറഞ്ഞു എന്റെ സമൂഹത്തോട്, എന്റെ സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണേ.
തീർച്ചയായും അവനേറെ പൊറുക്കുന്നവനാകുന്നു. അള്ളാന്റെ നാമഗുണ വിശേഷങ്ങളിൽപ്പെട്ട ഏറ്റവും നല്ലൊരു പേരാണ് ഗഫാർ, ഗഫൂർ, പൊറുക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാധാനമാണ് അല്ലെ? നമ്മുടെ മനസ്സിന് സമാധാനമാണ്. എന്താ കാരണം? ചെയ്തു കൂട്ടുന്ന തിന്മകള്, പാപങ്ങള് നമ്മുടെ റബ്ബ് നമുക്ക് പുറത്തു തരണ്ടേ? പ്രിയപ്പെട്ടവരെ, ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് പുറത്തു തരും. മാത്രമല്ല, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, പടച്ച റബ്ബ് നിങ്ങൾക്ക് ഉപരിഭാഗം നിന്ന് സമൃദ്ധമായ മഴയെ അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ എത്രയെത്ര നാടുകളിലാണ് പ്രിയപ്പെട്ടവരെ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരം സംഘടിപ്പിച്ചത്. എത്ര ആളുകളാണ് ഈ മഴയ്ക്ക് വേണ്ടി പടച്ച റബ്ബിനോട് കേഴുന്നത്, കെഞ്ചുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വില നമ്മൾ അറിയുക. അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ വിരലില്, നമ്മുടെ കൈകളിൽ 5 വിരലുണ്ട് അല്ലെ? അതിൽ ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അന്ന് തിരിച്ചറിയും അതിന്റെ വില. 2 കണ്ണ് നമുക്കുണ്ട്, 2 കാത് നമുക്കുണ്ട്, നമുക്ക് സംസാരിക്കുവാൻ നാവുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിനെ ഒരു ചെറിയ പോൾ വന്നാൽ അതിന്റെ വിശാലത നമ്മൾ തിരിച്ചറിയും. പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധമായ മഴയെ പടച്ച റബ്ബ് നമുക്ക് തരും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മഴ പെയ്തോ, ആരും കണ്ടില്ലല്ലോ, പെട്ടെന്ന് പോയോ. അങ്ങനത്തെ മഴയല്ല, നല്ല മഴയെ അല്ലാഹു നൽകും. അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം പറയുകയാണ്, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. പടച്ച റബ്ബ് നിങ്ങൾക്ക് മക്കളെ കൊണ്ട് പരിപോഷിപ്പിക്കും, നിങ്ങൾക്ക് അവൻ തോട്ടങ്ങളും അരുവികളും ഉണ്ടാക്കി തരും. നിങ്ങൾ പറയേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ്. എന്താ പ്രിയപ്പെട്ടത്, ഇത്ര ചെലവ്. പക്ഷെ എങ്ങനെ ആകണം എന്നറിയോ? മനസ്സ് തട്ടി അതിന്റെ ആശയം അറിഞ്ഞ് ഞാൻ എൻ്റെ റബ്ബിനോടാണ് ഇത് പറയുന്നത് എന്നുള്ള ബോധത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധമായ മഴയെ, വെള്ളത്തെ നമുക്ക് പടച്ച റബ്ബ് തരുന്നുള്ളതാണ്. 4-മതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ അത് ഹനിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അവകാശങ്ങൾ അവർക്ക് കൊടുക്കുക. പ്രത്യേകിച്ച് സകാത്ത് പോലെയുള്ള, സകാത്തിനെ തടഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ തടഞ്ഞു വെക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് അല്ലേ, എന്താണ്? ആരെങ്കിലും സകാത്തിനെ തടഞ്ഞു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിൽ മഴ കൊടുക്കൂല. നോക്കൂ നിങ്ങള്, വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ വലൗലൽ ബഹായിമു ലം യുംതറൂ. ഏതൊരു സമൂഹമാണോ അവർ സകാത്ത് നൽകാതിരിക്കുന്നത്, അവർക്ക് ആകാശത്ത് നിന്ന് മഴ തടയപ്പെടുന്നതാണ്. നാൽക്കാലികൾ ഇല്ലായിരുന്നുവെങ്കിൽ മഴ തീരെ വർഷിക്കുമായിരുന്നില്ല. പിന്നെ എന്താ അവിടെ മഴ പെയ്യുന്നത്? പാവങ്ങളായ ഒന്നും അറിയാത്ത ചില നാൽക്കാലികളുണ്ട്, അവർക്കും വേണ്ടേ വെള്ളവും ഭക്ഷണമൊക്കെ. പ്രിയപ്പെട്ടവർ, പരിശുദ്ധയിൽ ഇസ്ലാം ഏറെ സ്ഥാനം കൊടുത്ത മേഖലയാണ്. പച്ചക്കരുള്ള എന്തിനോടും നിങ്ങൾ കരുണ കാണിക്കണമെന്നാണ്. പൂച്ചയോടും പട്ടിയോടും മൃഗങ്ങളോടും ജീവജാലങ്ങളോടും എല്ലാം കരുണയോടുകൂടി നമ്മൾ വർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അവകാശങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി കൊണ്ട് കൊടുക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധൂർത്ത് നമ്മൾ കൃത്യമായി കൊണ്ട് ഒഴിവാക്കണം. ധൂർത്ത് ഏതൊക്കെ മേഖലകളിൽ നമ്മൾ വെള്ളം വിനിയോഗിക്കുന്നുണ്ടോ ആ വെള്ളത്തെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധ്യമാകണം. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ ടാപ്പ് കൊണ്ട് തുറന്ന് നമ്മൾ ഉതു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ?
നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മൾ തന്നെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ കയറിയ ആവശ്യാനുസരണം കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇതിനിങ്ങനെ ഉപയോഗിച്ച് ദൂരത്തടിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഈ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കടലോര സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക്, പ്രിയപ്പെട്ടവരെ, നല്ല ഒരു സുന്ദരമായ വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഉപ്പുരുചിയാണ്. നമുക്ക് ആ പ്രയാസം അറിയാത്ത എന്താ അറിയോ? നമ്മൾ അതുവരെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരു പ്രയാസം ഉണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുമ്പോൾ മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താക്കന്മാരോടാണെങ്കിലും ഒരു കൃത്യമായ ഒരു ഉപദേശം കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്, അല്ലേ? ആ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പ്രയാസപ്പെടുന്നവരെ നമ്മൾ സഹായിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാൻ, നമ്മുടെ കിണറ്റിൽ ഇപ്പൊ ഇങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ സമൃദ്ധമായ വെള്ളം ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഭാര്യയോട് നമ്മൾ പോയി പറയും, മാഷാ അല്ലാ നമ്മൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉഷാറാണ്. മക്കളോടൊക്കെ പറയും നമ്മളെ കിണറ്റിൽ നല്ല വെള്ളമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മുടെ അയൽവാസിയുടെ കിണറ്റിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്താ? എന്റെ കിണറ്റിൽ ഇത്രയേറെ സമൃദ്ധമായ വെള്ളം നൽകിയത് എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്. എന്നാൽ എന്റെ അയൽവാസിയുടെ വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്തതും എന്റെ റബ്ബാണ്. ആ റബ്ബൊന്ന് ഉദ്ദേശിച്ചാൽ എന്റെ കിണറും എന്ത് ചെയ്യും? ഒറ്റിപ്പോകും. റബ്ബിന്റെ പരീക്ഷയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ വെള്ളം കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വെള്ളം കോരാൻ വരുമ്പോ ഇതൊന്നും എടുക്കണ്ട, ഞങ്ങളൊക്കെ ഉള്ളത് കഴിഞ്ഞു പോകും, ഇല്ലാതാകും, ഞങ്ങളും കൂടി കഴിയും എന്നാണോ നമ്മൾ പറയുന്നത്? അതെല്ലാം നമ്മുടെ അയൽവാസിയെ, നമ്മുടെ സഹോദരനെ, നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ അഹിലീങ്ങളെ വെള്ളം കൊടുത്ത് നമ്മൾ സഹായിക്കുകയാണോ എന്നുള്ള പടച്ചുറപ്പിന്റെ പരീക്ഷണമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹ് ചോദിച്ചൊരു ചോദ്യമില്ലേ? ഖുൽ അറഅയ്തും ഇൻ അസ്ബഅ മാഉകും ഗൗറ. നിങ്ങൾ കുടിക്കുന്ന സുന്ദരമായ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ വെള്ളം കൊണ്ടുപോയാൽ, അതിനവിടുന്ന് ഇല്ലാതാക്കി കളഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് ആ വെള്ളത്തെ കൊണ്ടുവന്ന് തരിക? ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സലാസത്തു, മൂന്ന് വിഭാഗം ആളുകൾ, ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം. നാളെ പരലോകത്ത് മൂന്ന് വിഭാഗം ആളുകളെ പടച്ച റബ്ബ് നോക്കുന്നില്ല, അവരെ സംസ്കരിക്കുന്നില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, ഏതൊക്കെയാണ് ആ മൂന്ന് വിഭാഗം ആളുകള്? അതിൽപ്പെട്ട ഒരു വിഭാഗത്തെ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, റജുലുൻ കാന ലഹു ഫദ്ലു മാഇൻ ബിത്വരീഖ്. അതിലൊരു വിഭാഗത്തിൽപ്പെട്ട ആരാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ആളുകൾ സഞ്ചരിക്കുന്ന വഴിയോരത്ത് ആളുകൾക്ക് വെള്ളം കൊടുക്കുവാനുള്ള ഒരു പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ അവന്റെ അടുത്ത് വെള്ളമുണ്ട്. പക്ഷേ ആ വഴിയോരത്ത് മിച്ചമുള്ള വെള്ളമുണ്ടായിട്ടും അതിന്റെ ആ ആളുകൾക്ക്, ആ വഴിയാത്രക്കാർക്ക് അതിനെ കൊടുക്കാതെ തടഞ്ഞു വെക്കുന്ന ആളുകള്, അല്ലേ? അതായത് യാത്ര പോകുന്ന ആളുകൾ ആ വഴിയോരത്ത് വെള്ളമുണ്ട്, കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ കിണറാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ജലാശയമാകട്ടെ, അത് ആളുകൾക്ക് അവന്റെ വീട്ടിലും അവന്റെ സൗകര്യം കഴിഞ്ഞ് ബാക്കി മിച്ചുണ്ട്. എന്നിട്ട് പോലും അതിനവനെ കൊടുക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവനിലേക്ക് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല. വലാ യുസക്കീം, അവനെ പടച്ച റബ്ബ് സംസ്കരിക്കുന്നില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും തരത്തിൽ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജലാശയങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പറയാം. ഒരിക്കലും കൊടുക്കുമ്പോ പടച്ച റബ്ബ് നമ്മുടെ സമ്പത്തിലോ നമ്മുടെ വെള്ളത്തിലോ നമ്മുടെ ഭക്ഷണത്തിലോ ഒരു ദൗർബല്യത, ഒരു കുറവ്
പടച്ച റബ്ബ് തരില്ല പ്രിയപ്പെട്ടവരെ. അത് അധികരിപ്പിക്കുകയേ റബ്ബ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരസ്പരം കണ്ടറിഞ്ഞ് സഹകരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവനാണ് എന്നുള്ള ബോധത്തോടുകൂടി എനിക്കുള്ളത് എൻ്റെ സഹോദരനും വേണം, എൻ്റെ നാട്ടുകാർക്ക് വേണം, എൻ്റെ അഹ്ലീങ്ങൾക്ക് വേണം, എൻ്റെ അയൽവാസിക്ക് വേണം, അവരും എന്നെ പോലെ മനുഷ്യനാണ് എന്നുള്ള നല്ല ബോധത്തോടുകൂടി പരസ്പരം കൊണ്ടും കൊടുത്തും സഹകരിച്ചുകൊണ്ടും ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. ഈ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താൽ സമൃദ്ധമായ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ആ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ നമ്മൾ കൈവരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ എല്ലാ മേഖലകളും കൃത്യമായി പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് അതിന് വഴിപ്പെട്ടുകൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പഠിച്ച റബ്ബ് നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ചൂടും വല്ലാത്ത പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങളാണ് നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതാലോചിക്കുമ്പോൾ നമുക്കുള്ളപ്പോൾ ഈ ചൂടും പ്രയാസങ്ങളൊന്നും നമുക്കില്ല. എന്നാലും നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ. ഈ സമയത്ത് പോലും നമ്മുടെ ഈ പള്ളിയിൽ ഖുത്ബ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ AC ഫാനൊക്കെ വർക്ക് ചെയ്ത് വളരെ സുന്ദരമായി, അല്ലേ? അള്ളാന്റെ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്നും അത് നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടിട്ടുണ്ടെങ്കിൽ ആ ജലാശയങ്ങളെല്ലാം പടച്ചുറപ്പിന്റെ നിഅമത്ത്, വലിയ അനുഗ്രഹമായി കൊണ്ടുള്ള മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി ആ ജലാശയങ്ങളെല്ലാം നിറയണം. നാൽക്കാലികളെല്ലാം വെള്ളം കുടിച്ച് ഇവിടെ സുഖമായി ജീവിക്കണം. നമുക്കും സുന്ദരമായി കൊണ്ട് വെള്ളം കുടിക്കണം. അതിന് നമ്മൾ ഈ പറഞ്ഞ് നിർദ്ദേശിച്ച മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ദീൻ ഇസ്ലാമും പഠിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം ആ മഴയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പടച്ചോപ്പിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ മരീഅൻ നാഫിയൻ ഗൈറ ളാറിൻ ആജിലൻ ഗൈറ ആജിൽ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സഹായപ്രദമായ, സുഖപ്രദവും ആരോഗ്യപ്രദവുമായ മഴയെ പടച്ചോനെ നീ ഞങ്ങൾക്ക് നൽകണേ. പ്രാർത്ഥിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. വിദേശ രാജ്യങ്ങളിലെ ഒരാഴ്ച മുമ്പ് നടന്ന മഴക്കെടുതികൾ വായിച്ചില്ലേ നമ്മൾ? അവർക്ക് പെയ്തതും മഴയായിരുന്നു, അവിടെ പെയ്തിറങ്ങിയതും വെള്ളമായിരുന്നു. പക്ഷെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറം മഴ പെയ്താൽ അത് നമുക്ക് റബ്ബിന്റെ പരീക്ഷണമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. ഗൈറ ളാരിൻ ആജിലൻ ഗൈറ ആജിൽ. പടച്ചോനെ, അത് ഉപകാരപ്രദമായതും അത് ഞങ്ങൾക്ക് ഉപദ്രവകരമല്ലാത്തതുമായിട്ട് നീ ആക്കണമേ റബ്ബേ. അല്ലേ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര വാഹനങ്ങളാണ് തകർന്നു പോയത്, എത്രയെത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോയത്, എത്രയെത്ര സ്ഥാപനങ്ങളാണ് തകർന്നു പോയത്, എത്രയെത്ര വർഷങ്ങളോളം കാത്ത് സമ്പാദിച്ചു വെച്ച സമ്പാദ്യങ്ങളാണ് ഇല്ലാതായി പോയത്. നമ്മെ പോലെ മനുഷ്യരല്ലേ പ്രിയപ്പെട്ടവരെ? അവരും നമ്മെ പോലെ മനുഷ്യരല്ലേ? നാടുകളെ വിട്ട്, കുടുംബക്കാരെ വിട്ട്, ഭാര്യയെ വിട്ട്, മക്കളെ വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന നമ്മുടെ പ്രവാസികൾ. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ പരീക്ഷണങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് കടന്നു വരിക എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ജലാശയങ്ങൾ നിറയുവാൻ ആത്മാർത്ഥമായി കൊണ്ട് പടച്ചുറപ്പിനോട് അല്ലാഹുമ്മ അഈസ്നാ, അല്ലാഹുമ്മ അഈസ്നാ, അല്ലാഹുമ്മ അഈസ്നാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സഹായപ്രദമായ, ഉപകാരപ്രദമായ
വെള്ളത്തെ മഴയെ പടച്ചോനെ നീ ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുമ്പോൾ ധാരാളിത്തം നമ്മൾ കാണിക്കരുത്. വെള്ളം ഉപയോഗിക്കുമ്പോൾ ധാരാളിത്തവും ധൂർത്തും നമ്മൾ കാണിക്കരുത്. വുദൂ ചെയ്യുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ വുദൂ ചെയ്യുക. അമിതമായി കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വസ്വാസം നമ്മൾ വെച്ചുകൊണ്ട് ശരിയായിട്ടില്ലേ, തല തടവിയത് ശരിയായിട്ടില്ലേ, മുഖം കഴുകിയത് ശരിയായിട്ടില്ലേ, കൈ കഴുകിയതും കാല് കഴുകിയതും ശരിയായിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വെള്ളം ഉപയോഗിക്കുന്ന ഒരു ധൂർത്തിന്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ സമൃദ്ധമായ മഴയെ, വെള്ളത്തെ പടച്ചോർക്ക് നമുക്ക് നൽകും. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഒരു വെള്ളിയാഴ്ച ദിവസമാണല്ലോ നമ്മുടെ വോട്ടെടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. കൃത്യമായി കൊണ്ടുള്ള ഒരു നിലപാടോടുകൂടി നേരത്തെ തന്നെ അവിടെ എത്തി നമ്മുടെ വോട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള പരിപൂർണമായ ഒരു സിഖത്തോടും ഉറപ്പോടുകൂടി നമ്മൾ അവിടുന്ന് പിന്തിരിഞ്ഞു പോരേണ്ടതുണ്ട്. വളരെ കൃത്യമായ, വളരെ ചിട്ടയായ എൻ്റെ ഈ വോട്ട് കൊണ്ട് എൻ്റെ സമൂഹത്തിനും എൻ്റെ നാടിനും എൻ്റെ ആളുകൾക്കും ഉപകാരപ്രദമാകുമോ ഇല്ലയോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ വോട്ടവകാശം അവിടെ നമ്മൾ നിർവഹിക്കേണ്ടത്. അല്ലേ? നമുക്കറിയാം, ഇവിടുത്തെ സമാധാനം ഇല്ലാതാക്കുവാൻ, ഇവിടുത്തെ സന്തുലിതാവസ്ഥ ഇല്ലാതാക്കുവാൻ, ഇവിടുത്തെ ആ നല്ല അവസ്ഥകളെ ഇല്ലാതാക്കി ഭീകര അന്തരീക്ഷം കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ ആ ഒരു വോട്ട് അത് ഏറ്റവും നല്ല മാർഗത്തിൽ വിനിയോഗിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിന്റെ ബാധ്യതകളെ, അതിന്റെ നന്മകളെ, നമ്മുടെ അഹിലീങ്ങളെ, നമ്മുടെ കുടുംബക്കാരെ ഒക്കെ നമ്മൾ പറഞ്ഞ് കൃത്യമായി അവർക്ക് അതിനു വേണ്ട മോട്ടിവേഷൻ കൊടുത്ത് നേരത്തെ തന്നെ പോയിട്ട് അത് ചെയ്യുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നമ്മുടെ ജുമഅയെ ബാധിക്കാത്ത വിധം പ്രിയപ്പെട്ടവരെ അത് നമ്മൾ നിർവഹിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഭീകര അന്തരീക്ഷങ്ങളിൽ നിന്നും ഭീകരാവസ്ഥകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായി കൊണ്ടുള്ള എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികളായി കഴിയുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുടെ നാഥ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യുവാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ചോനെ, അവർക്ക് നീ ശാന്തിയും സമാധാനവും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ശാന്തിയും സമാധാനവും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഉപകാരപ്രദമായ സമൃദ്ധമായ മഴയെ, വെള്ളത്തെ നൽകി പടച്ചോനെ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ ജലാശയങ്ങൾ നീ ഞങ്ങൾക്ക് നിറച്ചു തരുമാറാകണേ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പടച്ച റബ്ബേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.